വക്കം കാന തൂലു ആദം അലൈഹിസ്സലാം, ആദം നബിയുടെ നീളം എത്രയായിരുന്നു? വക്കം ആശ, ആദം നബി എത്ര കാലം ജീവിച്ചു? അവൻ കാന വസിയു, ആദം നബിയുടെ വസി പിൻഗാമി ആരായിരുന്നു? അതുപോലെ തന്നെ വൻ ത്വയ്രിൻ, ഒരു പക്ഷി, ലാ യബീലു വല യഹീലു, അത് മുട്ടയിടുകയുമില്ല അത് പ്രസവിക്കുകയുമില്ല, അങ്ങനെയുള്ള ഒരു പക്ഷി. അഖാല ലഹു ഇബ്നു അബ്ബാസ്, അപ്പം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിന് മറുപടി പറയാണ്. അമ്മ ഷെയ്ഉല്ലദി ലൈസ ലഹു ലഹ്മുൻ വലാ ദമുൻ വതകല്ലമ, ഇറച്ചിയില്ല അതുപോലെ തന്നെ രക്തവുമില്ല പക്ഷേ സംസാരിച്ച ആ ഒരു വസ്തു എന്ന് പറയുന്നത് ഫഹുവന്നാർ, അത് തീയാകുന്നു, നരകമാകുന്നു. അല്ലത്തി ഖാലത്ത്, നരകം പറഞ്ഞിട്ടുണ്ട്, ഹൽമിൻ മസീദ്, ഇനിയുണ്ടോ. അതോ ഖുർആനിലെ നരകത്തെക്കുറിച്ച് വർണ്ണിക്കുന്നിടത്ത് പറയുന്നുണ്ട്, നരകം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ഇനിയുണ്ടോ എനിക്ക് നിറഞ്ഞിട്ടില്ല, ഇനി ആളെ വേണമെന്ന് നരകം ഇങ്ങനെ പറയും. ആ ഒരു രംഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, അമ്മ ഷെയ്ഉല്ലദി ലൈസ ലഹു ലഹ്മുൻ വലാ ദമുൻ സഅ, ഇറച്ചിയില്ല അതുപോലെ തന്നെ രക്തവുമില്ല പക്ഷെ അത് സഞ്ചരിച്ചിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. അത് ഫഹുവ അസാ മൂസ, മൂസ നബിയുടെ വടിയാകുന്നു. ഫൽഖാഹ, ഖുർആനിൽ പറയാണ് ഫൽഖാഹ, ഞാൻ ആ വടിയിട്ടു. ഫൈദാ ഹിയ ഹയ്യത്തുൻ തസ്ആ, അതിങ്ങനെ പാമ്പായിട്ട് ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ സഞ്ചരിച്ച മൂസാ നബിയുടെ വടിയാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം, അമ്മ ഷെയ്ഉല്ലദി ലൈസ ലഹു ലഹ്മുൻ വലാ ദമുൻ തനഫസ്, രക്തവുമില്ല അതുപോലെ തന്നെ ഇറച്ചിയുമില്ല പക്ഷെ അത് ശ്വാസം വലിക്കുന്നു. ഫഹുവ സുബ്ഹ്, അത് സുബ്ഹ് ആകുന്നു. ഖുർആനിൽ വന്നിട്ടുണ്ട് വസ്സുബ്ഹ ഇദാ തനഫസ് എന്ന പ്രയോഗം ഖുർആനിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു അതാണ് അതിന് ഉത്തരമായിട്ട് പറയുന്നത്. പിന്നെ വഅമ്മൽ ഇസ്നൈനി, രണ്ട് വസ്തുക്കൾ, അല്ലദൈനി ലൈസ ലഹുമാ, അത് രണ്ടിനുമില്ല ലഹ്മുൻ വലാ ദമുൻ ഫഖൂതിബ, അങ്ങനെ അതിനോട് ചോദ്യം ചോദിക്കപ്പെട്ടു. വാജാബ, അപ്പോൾ ഉത്തരം പറഞ്ഞു. ഫഹുമാ, അപ്പം അതിൻ്റെ ആൻസർ അസ്സമാവാത്ത് വൽ അർള്, ആകാശവും ഭൂമിയുമാകുന്നു. അതിന് തെളിവായിട്ട് ഖുർആൻ പറയാണ്, ഫഖാല ലഹ വലിൽ അർളി, ആകാശത്തോടും ഭൂമിയോടും പറയാണ്, ഇഅ്തിയാ തൗഅൻ, ഒന്നുകിൽ നിങ്ങൾ അനുസരിക്കുക, ഞാൻ പറയുന്നത് അനുസരിക്കുക, നിങ്ങൾ സ്വമേധയെ അനുസരിച്ച്, ഔ കർഹൻ, അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധിതരായിട്ട് അനുസരിക്കുക. കാലത്ത്, അപ്പോൾ പറയാ അത്തൈന തോയി, ഞങ്ങൾ നിങ്ങളെ വഴിപ്പെട്ട് കൊള്ളാം, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് സ്വമേധയ നിങ്ങൾ പറഞ്ഞതുപോലെ അനുസരിച്ച് കൊള്ളാമെന്ന് ആകാശവും ഭൂമിയും അള്ളാഹിനോട് ഉത്തരം പറയുകയാണ്. അപ്പം അങ്ങനെ ഇവരോട് ചോദ്യം ചോദിക്കപ്പെട്ടു. അപ്പോൾ അവർ രണ്ടുപേരും ഉത്തരം പറഞ്ഞത് എന്താണ്? ആകാശവും ഭൂമിയുമാകുന്നു.